ഫുഡ് ആൻഡ് ട്രാവലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി പൊള്ളിച്ചത്. ഇതൊരു ഇലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന മീൻ ആവോലി എന്ന് പറഞ്ഞ മീനാണ്. ഇതിനെ പല സ്ഥലത്തും പല പേര് അറിയപ്പെടുമായിരിക്കും. പക്ഷേ ഇവിടെ ആവോലി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നന്നായി മസാല പിടിക്കാൻ നമുക്ക് ചെറുതായി എല്ലാ സ്ഥലങ്ങളിലും വരഞ്ഞു കൊടുക്കാം. ചെറുതായി വരഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്റ്റവ് അണക്കുക. ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഫിഷ് മസാല, അടുത്ത മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, അര ടീസ്പൂൺ കുരുമുളക് പൊടി, നാലോ അഞ്ചോ ചെറുള്ളി, 4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കരിവേപ്പില 1 തണ്ട്, വെളുത്തുള്ളി 5 6. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നന്നാക്കി വച്ചിരിക്കുന്ന ചെറുള്ളി, പച്ചമുളക്, ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, 4 5 വെളുത്തുള്ളി. അടുത്തതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി 1 തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്ത് ഇതിനെ നന്നായി ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായി ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം.
അടി പിടിക്കാതിരിക്കാൻ ഫ്രൈ പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് ശേഷം നമുക്കിതിൻ്റെ അടുത്ത വശം വേവുന്നതിനായി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ ആവോലി ഇലയിൽ പൊള്ളിച്ചത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം തരാം കേട്ടോ. ഭയങ്കര ചൂട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി, നല്ലൊരു ഹെൽത്തിയാണ്. ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരാം. ഉടനെ വരാം. ബൈ.